World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. GK World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. തുടർന്നും ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അതോടൊപ്പം തന്നെ Unacademy എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ Unacademy വഴി GK World and PSCയുടെ സൗജന്യമായിട്ടുള്ള നിങ്ങൾക്ക് PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഇതാണ് എൻ്റെ പ്രൊഫൈല്. ഇതിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അവിടെ Unacademy പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നൽകുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. അത് ഓപ്പൺ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം GK World and PSCയുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിങ്ക്, അതോടൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടുള്ള ലോഹസങ്കരങ്ങളുടെ ഉപയോഗങ്ങളാണ്. ലോഹസങ്കരങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലോഹസങ്കരങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ്, കാന്തം എന്ന് പറയുന്നത് അൽനിക്കോയാണ്. ഓക്കെ, അൽനിക്കോയായിട്ട് നമ്മൾ മാഗ്നറ്റൊക്കെ ഉപയോഗിക്കുന്നത് അൽനിക്കോനെയാണ്. സോൾഡിങ് വയറായിട്ട് സോൾഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോൾഡറിനെ നമ്മൾ സോൾഡിങ് വയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിക്കൽ സ്റ്റീൽ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് വിമാന ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത്. അതെ, അടുത്തതായിട്ട് പെൻഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവാറാണ് നമ്മൾ പെൻഡിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പാത്രങ്ങളും പ്രതിമകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാത്രങ്ങളിലും അതോടൊപ്പം തന്നെ പ്രതിമകളിലുമൊക്കെയാണ്. ഈ തോക്കിൻ്റെ റെബാരലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഗൺ മെറ്റലാണ് നമ്മൾ തോക്കിൻ്റെ റെബാറലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൽനിക്കോ എന്ന് പറയുന്നത് നമ്മൾ കാന്തമായിട്ട് യൂസ് ചെയ്യുന്നു, സോൾഡിങ് വയറായിട്ട്. നിക്കൽ സ്റ്റീൽ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂറാലുമിനാണ് വിമാന ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പെൻഡുലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവാറാണ്. പാത്രങ്ങളിലും പ്രതിമകളിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓടാണ്. തോക്കിൻ്റെ റെബാറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഗൺ മെറ്റലാണ്. ഓക്കെ, അടുത്തതായിട്ട് ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് നമ്മൾ നിക്രോമാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? നിക്രോമാണ് ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിലൂമിനാണ് എഞ്ചിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോം സ്റ്റീലാണ് സ്പ്രിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോം സ്റ്റീലാണ് സ്പ്രിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പാറ തുരക്കുന്ന ഡ്രില്ലിംഗ് ബീറ്റ്, റെയിൽ പാളങ്ങൾ, ചക്രങ്ങളുടെ അച്ചുതണ്ട്, രക്ഷാകവചങ്ങൾ ഇവയെല്ലാം നമ്മൾ മാംഗനീസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. പാറ തുറക്കുന്ന ഈ ഡ്രില്ലിംഗ് ബീറ്റിൽ, അതോടൊപ്പം റെയിൽ പാളങ്ങളിൽ, ചക്രങ്ങളുടെ അച്ചുതണ്ട്, രക്ഷാകവചങ്ങൾ, മാംഗനീസ് സ്റ്റീൽ ഇവയെല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? മാംഗനീസ് സ്റ്റീലാണ്. വെള്ളി നാണയം നമ്മൾ സ്റ്റെർലിംഗ് സിൽവർ ആയിട്ടാണ്. സ്റ്റെർലിംഗ് സിൽവർ ആണ് വെള്ളി നാണയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രോളർ, സ്റ്റീമർ എന്നിവയുടെ ആന്തരഭാഗങ്ങൾ നമ്മൾ മെഡേലിയം ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെഡേലിയമാണ് ട്രോളറും സ്റ്റീമറും എന്നിവയുടെ ആന്തരഭാഗങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. മോട്ടോർ കാറുകളുടെ ആക്സിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോം വനേഡിയം സ്റ്റീലാണ് നമ്മൾ മോട്ടോർ കാറുകളുടെ ആക്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് നിക്രോമാണ് യൂസ് ചെയ്യുന്നത്. എൻജിൻ ഭാഗങ്ങളിൽ സിലൂമിൻ, സ്പ്രിംഗ് ആയിട്ട് ക്രോം സ്റ്റീല്, പാറ തുറക്കുന്ന ഡ്രില്ലിംഗ് ബീറ്റ്, റെയിൽ പാളങ്ങൾ തുടങ്ങിയ ചക്രങ്ങളുടെ അച്ചുതണ്ട്, രക്ഷാകവചങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാംഗനീസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. വെള്ളി നാണയമായിട്ട് നമ്മൾ സ്റ്റെർലിംഗ് സിൽവർ ആണ് യൂസ് ചെയ്യുന്നത്. ട്രോളർ, സ്റ്റീമർ എന്നിവയുടെ ആന്തരഭാഗങ്ങളായിട്ട് നമ്മൾ മെഡേലിയമാണ് യൂസ് ചെയ്യുന്നത്. മോട്ടോർ കാറുകളുടെ ആക്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോം വനേഡിയം ആണ്. അടുത്തതായിട്ട് നീറ്റിനോളിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്.
55% നിക്കലും 45% ടൈറ്റാനിയവും അടങ്ങിയ ലോഹ സങ്കരമത്തെയാണ് നമ്മൾ നീറ്റിനോൾ എന്ന് പറയുന്നത്. 55% നിക്കലും 45% ടൈറ്റാനിയവും അടങ്ങിയ ലോഹ സങ്കരത്തെയാണ് നമ്മൾ നീറ്റിനോൾ എന്ന് വിളിക്കുന്നത്. നീറ്റിനോൾ ഉപയോഗിച്ച് നിർമ്മിച്ച് ഒരു വസ്തു വളച്ച് രൂപം മാറ്റിയ ശേഷം ചൂടാക്കിയാൽ ആ വസ്തു തിരികെ പൂർവ്വരൂപം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പറഞ്ഞത്? നമ്മളൊരു നീറ്റിനോൾ ഉപയോഗിച്ചിട്ട് ഒരു വസ്തു വളച്ച് രൂപം മാറ്റി, അതിനുശേഷം ആ ചൂടാക്കി കഴിഞ്ഞാൽ ആ വസ്തു തിരികെ പൂർവ്വരൂപം പ്രാപിക്കും. ഈ പ്രത്യേകതയോട് കൂടിയ നീറ്റിനോൾ കണ്ണടയുടെ ഫ്രെയിം, ചില ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ? ഈ ഒരു പ്രത്യേക ഫിനോമിനൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ നീറ്റിനോൾ കണ്ണാടിയുടെ ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്നു. അതോടൊപ്പം ചില ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നീറ്റിനോൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണ്? അയോഡിൻ. അയോഡിൻ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം. അലോഹം എന്ന് വെച്ചാൽ ലോഹങ്ങളല്ലാത്ത മെറ്റൽ വിഭാഗത്തിൽ പെടാത്തത്. അപ്പോൾ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം എന്ന് പറയുന്നത് അയോഡിൻ ആണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഏതാണ്? ഹൈഡ്രജൻ. അപ്പോൾ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണ്? അയോഡിൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം വരുന്നത് ഏതാണ്? ഹൈഡ്രജൻ. തിരിഞ്ഞു പോകരുത്, ഇത് അലോഹങ്ങളാണ്, മെറ്റൽ വിഭാഗത്തിൽ പെടാത്തതിനെയാണ് നമ്മൾ അലോഹങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ബ്രോമിൻ. അപ്പോൾ ബ്രോമിൻ ആണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം. ഏതാണ്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു അലോഹമാണ് ബ്രോമിൻ. പ്രധാന അലോഹ മൂലകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അലോഹ മൂലകങ്ങൾ? ഓക്കെ, പ്രധാനമായിട്ടുള്ള മെറ്റൽ വിഭാഗത്തിൽ പെടാത്ത എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. കാർബൺ, സൾഫർ, ഫോസ്ഫറസ്, ഹാലജൻസ്, അലസ വാതകങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അലോഹ എലമെന്റ്സ് എന്ന് പറയുന്നത്. കാർബൺ ഉണ്ട്, സൾഫർ ഉണ്ട്, ഫോസ്ഫറസ് ഹാലജൻസിന് വിഭാഗത്തിൽ പെടുന്നതും അതോടൊപ്പം അലസവാതകങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടുള്ള അലോഹ മൂലകങ്ങൾ. എല്ലാ വാതകങ്ങളും ഗ്യാഷ്യസ് ആയിട്ടുള്ളവയെല്ലാം നമ്മൾ അലോഹവാതകങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ്? എല്ലാ ഗ്യാഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ എല്ലാ വാതകങ്ങളും അലോഹ വാതകങ്ങളിൽ പെടുന്നതാണ്. അടുത്ത കാര്യം നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും നമുക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷനും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സ്ഥലനാമങ്ങൾ ലഭിച്ചവ നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം. ആദ്യം മൂലകങ്ങൾ പ്രതീകം, ഉത്ഭവം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് മെഗ്നീഷ്യം നോക്കാം. മെഗ്നീഷ്യം ഡിനോട്ട് ചെയ്യുന്നത് Mg എന്നാണ്. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യയിൽ നിന്നാണ് മെഗ്നീഷ്യം ഉത്ഭവിച്ചത്. അതുകൊണ്ടാണ് മഗ്നീഷ്യത്തിന് ആ പേര് നൽകിയത്. അപ്പോൾ മഗ്നീഷ്യം ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Mg എന്നാണ്. മഗ്നീഷ്യ ഇതിൽ നിന്നാണ് ഉത്ഭവം. അടുത്തത് സ്കാൻഡിയം ഡിനോട്ട് ചെയ്യുന്നത് Sc എന്നാണ്. സ്കാൻഡിനേവിയയിൽ നിന്നാണ് സ്കാൻഡിയം ഉത്ഭവിച്ചത്. അപ്പോൾ സ്കാൻഡിയം ഡിനോട്ടഡ് ബൈ Sc ആൻഡ് ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം സ്കാൻഡിനേവിയ. അടുത്തത് ഗാലിയം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Ga എന്നാണ്. ഫ്രാൻസ് ഗ്വാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ജർമ്മേനിയം. ആ പേരിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ജർമ്മനിയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളതെന്ന്. ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Ge എന്നാണ്. അടുത്തത് സ്ട്രോൺഷ്യം ഡിനോട്ട് ചെയ്യുന്നത് Sr എന്നാണ്. സ്കോട്ട്ലൻഡിലെ സ്ട്രോൺഷ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ട്രോൺഷ്യം ഉത്ഭവിച്ചത്. അടുത്ത് നോക്കൂ, റുഥേനിയം ഡിനോട്ട് ചെയ്യുന്നത് Ru എന്നാണ്. റഷ്യയിലെ റുഥേനിയയിലാണ് ഉത്ഭവിച്ചത്. അടുത്തത് യൂറോപ്പിയം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? EU എന്നാണ്. EUവിൽ നിന്നാണ്. എവിടെ നിന്നാണ്? പേരിൽ തന്നെ അറിയാം, യൂറോപ്യം എന്ന് പറയുമ്പോൾ യൂറോപ്പിലാണ് അത് ഉത്ഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. നമ്മൾ പറയാണ് ഫസ്റ്റ് മഗ്നീഷ്യം എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? Mg. എവിടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? മഗ്നീഷ്യ. അടുത്ത സ്കാൻഡിയം ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Sc എന്നാണ്. എവിടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? സ്കാൻഡിനേവിയ. അടുത്തത് ഗാലിയം വരുമ്പോൾ Ga എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്രാൻസിലെ ഗ്വാളിലാണ് ഉത്ഭവിച്ചത്. അടുത്തത് ജർമ്മേനിയം ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Ge. എവിടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? ജർമ്മനി.
സ്ട്രോൺഷ്യം എന്ന് പറയുന്ന സ്ഥലത്ത് സ്കോട്ട്ലൻഡിലാണ്. ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? SR. ഓക്കെ. അടുത്തത് റുഥേനിയം എവിടെയാണ്? റഷ്യയിലെ റുഥേനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. റുഥേനിയം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? RU എന്നാണ്. ഓക്കെ. അടുത്തത് യൂറോപ്പിയം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് EU എന്നാണ്. എവിടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? യൂറോപ്പിലാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് പഠിച്ചത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് ഫുള്ളും അക്കാഡമി എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. Till then, bye bye and thank you for watching.